യേശുവിൽ പ്രിയരെ, ദനഹക്കാലം 2-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ദനഹ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അത് സ്വയം വെളിപ്പെടുത്തലാണ്. ഈശോ തൻ്റെ ജീവിതത്തെ സ്വയം വെളിപ്പെടുത്തുകയാണ്. ഞാൻ ആരാണ്, ഞാൻ എന്തിനു വന്നു, ഞാൻ ആർക്കു വേണ്ടി ജീവിക്കാൻ വേണ്ടി വന്നു എന്ന് തന്നെ സ്വയം വെളിപ്പെടുത്തുന്ന തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ലോകത്തിന് സമ്മാനിക്കുന്ന മനോഹരമായ ദിവസത്തിൻ്റെ ധ്യാനചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഇന്ന ദിവസം നമുക്ക് ധ്യാനിക്കാൻ കിട്ടിയിരിക്കുക യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും, എന്നാലോ ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ പലപ്പോഴും തിരിച്ചറിയുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു, പിതാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നു. പിതാവ് എന്ത് എന്നോട് പറഞ്ഞോ അതിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു, അതിനു വേണ്ടി ഞാൻ ലോകത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. കാരണം എന്താണ്? മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈശോയും മനുഷ്യകുലവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എന്താണ്? ഈശോ എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് തൻ്റെ പരസ്യ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഈശോയുടെ ഓരോ അത്ഭുതത്തിന് മുമ്പിലും ഈശോ പിതാവിനോട് ആലോചന ചോദിക്കുന്നുണ്ട്. പിതാവേ, ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു? പിതാവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒടുവിൽ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചപ്പോൾ പോലും ഈശോ പറഞ്ഞത്, പിതാവേ, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തൊരു വലിയ ചിന്തയാണിത്. മനുഷ്യൻ പാപത്തിൽ മരിക്കാൻ കാരണം അവന് വേണ്ടി തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു, പിതാവ് എന്നോട് എന്തു പറയുന്നു അതിനു വേണ്ടി ജീവിക്കുന്നു. നിങ്ങളോ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും മോഹങ്ങൾക്കും വേണ്ടി ജീവിച്ചു തീർക്കുമ്പോൾ നിങ്ങൾ പാപികളായിട്ട് മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ പാപം ചെയ്യുന്ന എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ വേണ്ടി. ഉദാഹരണത്തിന്, ഒരാൾ ദേഷ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നെങ്കിൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ആ ദേഷ്യം വന്ന ആളുടെ വികാരത്തെ, കുറവുകളെ, പോരായ്മകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവിടെ ഞാനാണ്, എനിക്ക് അവൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെല്ലാൻ പറ്റുന്നത്. ദൈവമേ, അവൻ്റെ ഒരു കുറവുള്ളത് കൊണ്ടാണല്ലോ അവൻ ദേഷ്യപ്പെട്ടത്. അവന് ആ സമയത്തെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവൻ എന്നോട് അങ്ങനെ പെരുമാറിയത്. അങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈശോനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് മനുഷ്യകുലത്തിനോട് പഠിപ്പിച്ച ഏറ്റവും മഹത്തരമായ പ്രാർത്ഥന. ഞാൻ പറയും, ഒരുപക്ഷെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയേക്കാൾ ഏറ്റവും മഹത്തരമായ പ്രാർത്ഥന അതായിരിക്കണം. എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. എന്തൊരു മനോഹരമായ പ്രാർത്ഥനയാണത്. ഇവരോട് പൊറുക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് ഈ വേദനയുടെ ആധിക്യത്തിൽ പ്രാർത്ഥിക്കുന്നത്, അത് യേശു മനസ്സിലാക്കുകയാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കൾക്ക്, എന്നെ കുത്തിക്കൊന്ന, എന്നെ പിച്ചു ചീന്തിയ, എൻ്റെ ചോര വാർന്ന് കുടിക്കാൻ ദാഹിക്കുന്ന, എൻ്റെ മാംസങ്ങൾ പറിച്ചെടുത്ത, കാർക്കിച്ചു തുപ്പിയ ഈ മനുഷ്യരുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവരോട് പൊറുക്കാൻ കഴിയാത്തത് നമ്മിലേക്ക് നമ്മൾ ചുരുങ്ങുന്നതുകൊണ്ടാണ്. അവരുടെ കുറവുകളെ, അവരുടെ പോരായ്മകളെ, അവരുടെ ബലഹീനതകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയാതെ പോകുന്നു. 2-ാമത്തെ കാര്യം, എൻ്റെ ഇഷ്ടം അവിടെ നിറവേറ്റപ്പെടാതെ പോകുമ്പോഴാണ് ഞാൻ ദേഷ്യപ്പെടുക. ഒരപ്പൻ മക്കളോട് ദേഷ്യപ്പെടുന്നത് അപ്പൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ്, അപ്പൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ ജീവിക്കാത്തപ്പോഴാണ്, അപ്പൻ്റെ സ്വാർത്ഥതകളെ മക്കൾ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്. ഇതെല്ലാ തലങ്ങളിലേക്കും അങ്ങനെയാണ്. ഒരു നേതാവ് മറ്റുള്ളവരോട് ദേഷ്യപ്പെടാൻ കാരണം ആ നേതാവ് എന്താഗ്രഹിക്കുന്നു അതുപോലെ നടക്കാത്തതുകൊണ്ട്. അത് നമ്മൾ ചിന്തിക്കരുത്. ചിലപ്പോൾ നമ്മുടെ ലോകത്തിന് വേണ്ടി മാറ്റപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരുടെ പാദത്തോളം കുനിഞ്ഞ് അവർക്ക് കാലുകൾ കഴുകി മാതൃക കാണിച്ചു കൊടുക്കാൻ കാരണം, മക്കളെ, എൻ്റെ ഇഷ്ടമല്ല, ലോകത്തിൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റുക, ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ നിറവേറ്റുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ പാപം ചെയ്യുന്ന എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇച്ഛകൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ പാവവും അങ്ങനെയാണ്. നമ്മൾ നുണ പറയുന്നത്, നമ്മൾ കളിയാക്കുന്നത്, കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ വികാരങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നത്, അവിടെയെല്ലാം എൻ്റെ സൗഭാഗ്യം, എൻ്റെ ഇഷ്ടം, എൻ്റെ മോഹങ്ങൾ, അതാണ് പാപം എന്ന് പറയും. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. കാരണം നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഞാനോ
ഞാൻ വന്നിരിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, അവൻ്റെ സന്തോഷം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും ഒന്ന് എടുത്തു മാറ്റണം. അത് ഈശ്വര ഇഷ്ടമാണ്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ്? നമ്മുടെ രോഗം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, എൻ്റെ രോഗം ഒന്ന് മാറ്റിത്തരണമേ, ഒരു ജോലിക്ക് വേണ്ടി എനിക്ക് ജോലി ലഭിക്കണമേ, ഒരു കുഞ്ഞ് ലഭിക്കണമേ, ഇതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന അതല്ല. ഒരു പടി കൂടി മുമ്പോട്ട് കടന്നിട്ട് ഉടനെ അവൻ മനസ്സിലാക്കുക, അയ്യോ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഉടനെ ഈശോ തിരുത്തി, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അപ്പാ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ അവൻ പ്രാർത്ഥിച്ചേ? ഈ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു എന്ന് പറയും. രക്തം വിയർക്കുക, ശാസ്ത്രം പറയും, ഒരു മനുഷ്യൻ ചങ്ക് പൊട്ടുമാറ് വേദനിക്കുമ്പോൾ അവൻ മുമ്പിലുള്ളതൊക്കെ കാണുകയാണ്. അവനെ തലങ്ങും വിലങ്ങും അടിച്ച് പരിക്കേൽപ്പിക്കുന്ന അവൻ കാണുകയാണ്. അവൻ്റെ കാർക്കിച്ചു തുപ്പുന്ന അവൻ കാണുകയാണ്. അവൻ്റെ ശരീരം പിച്ചു ചീന്തുന്ന അവൻ കാണുകയാണ്. അത് കണ്ടുകൊണ്ട് ചങ്ക് പൊട്ടുമാറ് അവൻ പ്രാർത്ഥിച്ചപ്പോഴാണ് ശരീരത്തിലെ രക്തധമനികൾ പൊട്ടി അവൻ്റെ രക്തകൂമങ്ങളിലൂടെ, രോമകൂമങ്ങളിലൂടെ രക്തം പുറത്തേക്ക് വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ പ്രാർത്ഥനയിലാണ് ഈശോ പ്രാർത്ഥിച്ചത്, എങ്കിലും എൻ്റെ അപ്പാ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് യേശു തന്നെ വെളിപ്പെടുത്തിയത്. അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരപ്പനുണ്ടല്ലോ. വിശുദ്ധ മാമോദീസയിലൂടെ നമ്മുടെ അപ്പൻ ദൈവമാണ്. വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ അപ്പൻ ദൈവമാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ അപ്പൻ ദൈവമാണ്. ഈ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് ഞാൻ എൻ്റെ രഹസ്യ ജീവിതത്തെ പരസ്യമാക്കുക. എനിക്ക് ഈ കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ നമ്മൾ പലപ്പോഴും മടി കാണിക്കുന്നു. ഒരു കൊന്ത കഴുത്തിലിട്ട് പോകാൻ, അല്ലെങ്കിൽ കയ്യിൽ അണിയുന്ന ആഭരണങ്ങൾ, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയതയുടെ ചൈതന്യം മറ്റുള്ളവർക്ക് വെളിവാക്കി കൊടുക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ ഒരു ക്രിസ്തീയ ജീവിതം പരസ്യമാക്കാൻ നമുക്ക് മടിയുള്ള ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ മറ്റു പലതും അഭിനയിക്കുന്നുണ്ട്. സിനിമാ നടന്മാരെ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാർട്ടി വന്നാലും നമ്മൾ അതിൻ്റെ അകത്ത് എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങൾ നമ്മൾ കണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സിനിമാ നടന്മാരോ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതൊക്കെയാണ്. പക്ഷേ ഒരു ക്രിസ്തീയ ചൈതന്യം, ഒരു കല്യാണ വീട്ടിൽ ഒരു ക്രിസ്തീയ ചൈതന്യം വെളിപ്പെടുത്താൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരു ക്രിസ്തീയ ചൈതന്യം വെളിപ്പെടുത്താൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് വെളിപ്പെടുത്താൻ ഞാൻ എന്താ ചെയ്യാറുള്ളത്? ഈശോ പറയുകയാണ്, അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ നിങ്ങൾ പാപികളല്ലാതെ മരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധര് മരിക്കാൻ കാരണം അത് ക്രിസ്തീയത വെളിപ്പെടുത്തിയതുകൊണ്ടാണ്. ക്രിസ്തീയത വെളിപ്പെടുത്തിയപ്പോഴാണ് അവർക്ക് നേരെ ചാട്ടവാറുകളും കുന്തങ്ങളും കത്തികളും തിളയ്ക്കുന്ന എണ്ണയും ഒക്കെ ചൊരിയപ്പെടാൻ കാരണം അവർ ക്രിസ്ത്യാനിയാണെന്ന് വെളിപ്പെടുത്തിയതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളും തിരുശേഷിപ്പുകളായി മാറുക, വിശുദ്ധ ജീവിതങ്ങളായി മാറുക. അതുകൊണ്ട് ഈ യേശുവിൻ്റെ വെളിപ്പെടുത്തൽ തന്നെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി, പിതാവിൻ്റെ മകനാണ് ഞാൻ ഭൂമിയിൽ മരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഉദ്ധാനം ചെയ്യാൻ വന്നവനാണെന്ന് വെളിപ്പെടുത്തുന്ന ചങ്കൂറ്റത്തിൻ്റെ വെളിപാട്. ഈ വെളിപാട് നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും പിതാവിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഉയരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും വിശുദ്ധങ്ങളാവും. അല്ലെങ്കിൽ നമ്മളും പാപികളായി മരിക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ, മോഹങ്ങളെ മാറ്റിവെച്ച് നമ്മുടെ അപ്പനായ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട് കാതോർത്ത് ജീവിക്കുവാൻ, അതിൻ്റെ പിന്നിൽ സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്. തീർച്ചയാണ്, കുരിശ് മരണമായിരുന്നു അപ്പൻ്റെ ഇഷ്ടം. ഈ ഇഷ്ടമാണ് ഒരുപക്ഷെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗം നമ്മളെ ഒരുപാട് അനുഗ്രഹിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വയം മറ്റുള്ളവർക്ക് ഒരു ക്രിസ്ത്യാനിയാണെന്ന്, ക്രിസ്തുവിൻ്റെ മകനും മകളുമാണെന്ന് വെളിപ്പെടുത്താനുള്ള ചങ്കൂറ്റം ദൈവമേ, ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. thank you